ഹലോ, അപ്പൊ ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് ചെറിയ ടോപ്പിക്കുകളാണ് എടുക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ബാക്കിയായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ എക്സാമിന് ചില സമയങ്ങളിൽ ചോദിക്കാറില്ല, ഒന്ന് രണ്ട് ടോപ്പിക്കുകളാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബൈ ചാൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ആദ്യം തന്നെ പറയുന്നത് എന്താണ് പിതൃദായക്രമം എന്നാണ് പറയുന്നത്. പിതൃദായക്രമം എന്ന് പറഞ്ഞാല് പിതാവിന്റെ മരണശേഷം കുടുംബ സ്വത്തിന്റെ അവകാശം എന്ന് പറയുന്നത് അവരുടെ ആൺമക്കൾക്കായിരുന്നു. പെൺമക്കൾക്ക് അതിൽ യാതൊരു അവകാശവും ലഭിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇതാണ് പിതൃദായക്രമം എന്ന് പറഞ്ഞാല്, അതായത് ഒരു പുരുഷാധിപത്യ വ്യവസ്ഥിതിയാണ്. അതായത് പിതാവ് രാജാവാണ് എന്നുണ്ടെങ്കിൽ കിരീടാവകാശം സ്വാഭാവികമായിട്ടും അയാളുടെ ആൺമക്കൾക്കായിരിക്കും ലഭിക്കുക. ഇതിനെയാണ് നമ്മുടെ പിതൃദായക്രമം എന്ന് പറയുന്നത്. മഹാഭാരതത്തിന് മുമ്പ് തന്നെ ഈ ഒരു വ്യവസ്ഥിതി നിലനിന്നിരുന്നു. എന്നാൽ മഹാഭാരതമാണ് ഇതിനെ ഏറ്റവും വൻ ശക്തിയായിട്ട്, ഈ ഒരു ആശയത്തെ അമൂല്യ ശക്തിയായിട്ട് കൊണ്ടുവന്നത് മഹാഭാരതമാണെന്നാണ് പറയുന്നത്. അപ്പൊ പിതൃദായക്രമം എന്ന് പറഞ്ഞാൽ പുരുഷാധിപത്യ വ്യവസ്ഥിതിയാണ്. പിതാവിന്റെ മരണശേഷം സ്വത്തിന്റെ അവകാശി എന്ന് പറയുന്നത് ആൺമക്കളാണ്. സ്ത്രീകൾക്ക് അതിൽ അവകാശം ലഭിച്ചിരുന്നില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തതായിട്ട് വിവാഹ രീതികളെ കുറിച്ച് അല്ലെങ്കിൽ വിവാഹ നിയമങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. 4 തരം വിവാഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തേതാണ് സ്വഗണ വിവാഹം. സ്വന്തം ഗണത്തിലുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹത്തെയാണ് സ്വഗണ വിവാഹം അല്ലെങ്കിൽ എൻഡോഗമി എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് എക്സോഗമി, അതായത് സ്വന്തം ഗണത്തിൽ പെടാത്ത, അതായത് ഗണത്തിന് പുറത്തുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹത്തെയാണ് എക്സോഗമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്യഗണ വിവാഹം. അടുത്തതാണ് പൊളീഗമി, ബഹുഭാര്യത്വം. ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ള വ്യവസ്ഥിതിയാണ് പൊളീഗമി അല്ലെങ്കിൽ ബഹുഭാര്യത്വം. അടുത്തത് 4മത്തേതാണ് പൊളിയാൻഡ്രി അല്ലെങ്കിൽ ബഹുഭർത്തൃത്വം. ഒരു സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ പുരുഷന്മാര് ഭർത്താക്കന്മാരായിട്ടുണ്ടാവുക, അതിനെയാണ് പൊളിയാൻഡ്രി എന്ന് പറയുന്നത്. ഇതാണ് 4 തരം വിവാഹ രീതികൾ അല്ലെങ്കിൽ വിവാഹ നിയമങ്ങളിൽ പറയുന്ന 4 വിവാഹങ്ങളെ. ഒന്നാമത്തത് സ്വഗണ വിവാഹം, രണ്ടാമത്തത് അന്യഗണ വിവാഹം, മൂന്നാമത്തത് ബഹുഭാര്യത്വം, 4മത്തത് ബഹുഭർത്തൃത്വം. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഗോത്ര നിയമങ്ങളെ കുറിച്ചിട്ടാണ്. പ്രധാനമായിട്ട് 2 നിയമങ്ങളാണുള്ളത്. ഒന്നാമത്തത് വിവാഹശേഷം സ്ത്രീകൾ അവരുടെ പിതാവിന്റെ ഗോത്രം ഉപേക്ഷിക്കുകയും ഭർത്താവിന്റെ ഗോത്രം സ്വീകരിക്കുകയും ചെയ്യണം. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഒരേ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല. ഈ 2 നിയമങ്ങളാണ് ഗോത്ര നിയമങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ. ചെറിയ 1-2 ടോപ്പിക്കുകളേ ഉള്ളൂ. ജസ്റ്റ് എന്താന്നുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.